മാർ യൗസേപ്പിനെ നാം ബഹുമാനിക്കണമെന്ന് ഈശോ മിശിഹ ആഗ്രഹിക്കുന്നു. എന്റെ നാമത്തിൽ ഒരു പാനപാത്രം പച്ചവെള്ളം കുടിക്കുവാൻ കൊടുക്കുന്നവന് അവന്റെ പ്രതിഫലം നഷ്ടമാവുകയില്ല എന്ന് ഈശോനാഥൻ അരുളി ചെയ്തിട്ടുണ്ട്. ഇപ്രകാരമെങ്കിൽ ലോകപരിത്രാതാവായ ക്രിസ്തുനാഥന്റെ വളർത്തുപിതാവായ മാർ യൗസേ പിതാവിന് ഈശോ എത്രമാത്രം പ്രതിഫലം നൽകുവാൻ കടപ്പെടുന്നു. ദിവ്യരക്ഷകന്റെ വളർത്തുപിതാവ് എന്നുള്ള നിലയിൽ മാർ യൗസേപ്പ് ഈശോയുടെ നാമത്തിൽ മറ്റുള്ളവർക്കല്ല നൽകിയത്, മറിച്ച് ഈശോ മിശിഹായ്ക്ക് തന്നെ. ജീവിതകാലം മുഴുവൻ ഭക്ഷണപാനീയങ്ങൾ നൽകി അവിടുത്തെ പൈതൃകമായ വാത്സല്യത്തോടെ പരിപാലിച്ചു വന്നതിനാൽ വന്ധ്യപിതാവിനെ മഹത്വപ്പെടുത്തുവാൻ ഈശോ എത്രമാത്രം ആഗ്രഹിക്കുന്നുവെന്ന് അനുമാനിക്കാം. കൃതജ്ഞത മാനുഷികമായ ഏറ്റവും വലിയ ചുമതലയാണ്. ഈശോനാഥൻ കൃതജ്ഞത ആവശ്യപ്പെട്ടതായി നാം കാണുന്നു. 10 കുഷ്ഠരോഗികളെ സുഖമാക്കിയ അവസരത്തിൽ ഒരാൾ മാത്രം വന്ന് കൃതജ്ഞത പ്രകാശിപ്പിച്ചതിനെ ഈശോ മിശിഹ പരോക്ഷമായി ശാസിക്കുന്നുണ്ട്. എന്നാൽ ജീവിതകാലം മുഴുവൻ തന്നെ മാർ യൗസേ പിതാവ് ഈശോയെ എല്ലാ നിമിഷവും സേവിച്ചെങ്കിൽ ഈശോനാഥൻ ഈ വന്ധ്യപിതാവിനോട് എത്രമാത്രം കൃതജ്ഞതയുള്ളവനായിരിക്കും. ഒരു പുത്രൻ സ്വപിതാവിനോട് എല്ലാവിധത്തിലും കടപ്പെടുന്നുണ്ട്. മാർ യൗസേപ്പ് ഈശോ മിശിഹായുടെ സ്വാഭാവിക പിതാവല്ല, വളർത്തുപിതാവ് മാത്രമാണ്. എങ്കിലും കേവലം നൈയാമികമായ ഒരു ബന്ധമല്ല ഈശോ മിശിഹായും മാർ യൗസേപ്പും തമ്മിലുള്ളത്. അവിടെ ദൈവത്തിന്റെ പരിപാലനയിൽ മാർ യൗസേപ്പിന് പൈതൃകമായ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും കടമകളും സിദ്ധിച്ചു. തന്നിമിത്തം ഈശോ മിശിഹ മാർ യൗസേപ്പിനോട് ഒരു വിധത്തിൽ കടപ്പെട്ടിരിക്കുന്നു. പൈതൃകമായ അധികാരത്തോടു കൂടി തന്നെ ഇന്നും മാർ യൗസേപ്പിന് ദിവ്യനാഥനോട് കൽപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. ഒരു ഉത്തമ പുത്രൻ സ്വപിതാവിനെ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ബഹുമാനിക്കുകയും ആദരിക്കുകയും അനുസരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതാണ്. മനുഷ്യപുത്രരിൽ ഏറ്റവും പരിപൂർണനായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ അവിടുത്തെ വളർത്തുപിതാവിനോട് ഇപ്രകാരം വർത്തിക്കുന്നു. അവൻ അവർക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു എന്നാണല്ലോ ഈശോയുടെ 30 കൊല്ലത്തെ ജീവിതത്തെ സംഗ്രഹിക്കുന്നത്. പിതാവിന്റെ മഹത്വം പുത്രന്റെയും. അതിനാൽ മാർ യൗസേപ്പിനെ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ബഹുമാനിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. അപ്രകാരം നമ്മുടെ വന്ധ്യപിതാവിനെ ബഹുമാനിക്കുന്നവരെ ക്രിസ്തുനാഥൻ പ്രത്യേക വിധം അനുഗ്രഹിക്കുന്നതാണ്. നാം ഈശോ മിശിഹായോട് അനുഗ്രഹങ്ങൾക്കായി അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് നിങ്ങൾ എൻ്റെ വളർത്തുപിതാവായ മാർ യൗസേപ്പിന്റെ പക്കൽ പോകുവിൻ എന്നരുളി ചെയ്യുന്നുണ്ടായിരിക്കണം.